പട്ടണം തൊഴിലെടുത്ത് ഓർഗസ്റ്റങ്ങളുടെ സ്ഥാപനം. ഇന്ന് നമ്മളൊരു 500cc 500cc തണ്ടർബേർഡ് റീസ്റ്റോർ ചെയ്ത വിശേഷമായിട്ട് പറയുന്നത്. ഇപ്പം 500cc വണ്ടികളാണല്ലോ പവർ കൂടിയ വണ്ടികളുടെ ഒരു അഡ്രസ്സറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് ആണെങ്കിലും ഹൈ പെർഫോമൻസ് വണ്ടികളും അതായത് പവർ കൂടിയ വണ്ടികളാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നുണ്ടോ 500cc ഹിമാലയൊക്കെ ടെസ്റ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ലോഞ്ചിങ് ഉണ്ടാവും എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു 500cc വണ്ടിയാണ് 500cc വണ്ടി ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടൊരു വണ്ടിയാണ് 500cc 500 ക്ലാസിക് അല്ല സോറി തണ്ടർബേർഡ് എന്ന വണ്ടി. തണ്ടർബേർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു UC എഞ്ചിനിൽ വന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ക്രൂസർ വണ്ടി എന്ന് പറയാം. അതായത് ലോങ് റൈഡിനെ പറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് യോജിക്കുന്ന ഒരു വണ്ടി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ 500ൻ്റെ ഒരു പ്രശ്നം തന്നെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ കംപ്ലൈൻസ് ഒരുപാട് സോൾവ് ചെയ്യാൻ കഴിയില്ലാത്ത ഒരുപാട് മെക്കാനിക്കുകളും പല കമ്പനിയിലെ അതിൻ്റെ അഭാവം ഒരുപാട് വണ്ടികൾ മാർക്കറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉള്ള വണ്ടികൾ തന്നെയാണ് പിന്നെ നോർമൽ മാറ്റിയ വണ്ടികൾ ഉണ്ടാവാം. അപ്പോൾ FIയിലുള്ള വണ്ടികളാണ് കറക്റ്റ് ആ സ്മൂത്തായിട്ടുള്ള റൈഡിങ് ഒക്കെ FIയിലാണ് ഇൻജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാണ്ട് ഫ്യൂൽ ഇൻജക്ഷൻ്റെ വണ്ടികൾ സെലക്ട് ചെയ്യാൻ നോക്കുക. മൈലേജ് ആണെങ്കിൽ അതിൻ്റെ സ്മൂത്ത് പെർഫോമൻസ് ആണെങ്കിൽ സ്മൂത്ത് റൈഡിങ് ആണെങ്കിൽ എപ്പോൾ FI ആണ് അത് ഒരു മുൻപിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എഞ്ചിന് വർക്ക് കഴിഞ്ഞ് ടാങ്കിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു. എഞ്ചിന് വർക്ക് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ഇത് ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് കൂടുതലായിട്ട് നമ്മൾ ഓവർ 500cc ആണെങ്കിൽ അതിൻ്റെ ഓരോ ടോട്ടൽ കൊടുത്ത് ഓടാൻ പറ്റിയ വണ്ടിയൊക്കെ യൂസ് ചെയ്ത് വരുന്ന 500cc വണ്ടി അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഫുൾ ഹൈ സ്പീഡ് എപ്പോഴും 100+ പിടിച്ച് പോകുന്ന ഒരു വണ്ടി പറ്റിയൊരു വണ്ടി ഞാൻ പറയുന്നതാണ്. എഞ്ചിന് ടാങ്കിൻ്റെ നോയ്സ് വരാറുണ്ട് ഓവർ സ്പീഡിൽ പോകുന്ന വണ്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നല്ല അത്യാവശ്യമായിട്ട് ഓവർടേക്കിങ്ങിനും അത്യാവശ്യമായിട്ട് 70-80 അത്യാവശ്യമായിട്ട് സ്പീഡ് എടുക്കാനൊക്കെ അല്ലാതെ ഫുൾ ടൈമായിട്ട് പ്രൊവൈഡായിട്ടാണ് ബസ് ഓടാൻ പറ്റിയ വണ്ടി എന്ന് ഒരിക്കലും പറയില്ല. എന്നാലും 27 BHP പവർ എടുക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം ട്രാഫിക്കിനേക്കാളൊക്കെ നല്ല പെർഫോമൻസ് എടുക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഈ പെർഫോമൻസ് റോഡിന് ആവശ്യമുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനും എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടിയാണ്. പിന്നെ തണ്ടർബേർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ന്യൂ വേർഷൻ എന്ന് പറഞ്ഞാൽ മെറ്റിയോറാണ് വരുന്നത്. ഇതിൻ്റെ പുതിയ ഒരു പേര് മാറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് മെറ്റിയോർ എന്ന് പറയുന്നത് J-Series വരുന്ന വണ്ടി. അപ്പോൾ ഇത് ക്രൂസർ വണ്ടി എന്ന് ഞാൻ പറയാൻ കാരണം ഇത് തണ്ടർബേർഡ് X വന്നിരുന്നു. അതിൻ്റെ ഇടയിൽ X എന്ന് പറഞ്ഞൊരു മോഡൽ വന്നിരുന്നു. അത് പൂർണ്ണമായിട്ട് സ്പോർട്ടി റൈഡിങ് പൊസിഷനാണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു കമാൻഡിങ് പൊസിഷനായിരുന്നു ശരിക്ക് ഒരു ഹാൻഡിൽ ബാർ കൊടുത്തേക്കുന്നത്. ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് തണ്ടർബേർഡ് ലോങ് റൈഡ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും യോജിക്കുന്ന ഹാൻഡിൽ ബാറാണ് തണ്ടർബേർഡിൻ്റെ ഒറിജിനൽ ഹാൻഡിൽ ബാറുകൾ. ഇത് നോക്കുക, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കൈ ഫ്രീ ആണ്. ഇപ്പോൾ കൺട്രോൾ ചെയ്യാനാണെങ്കിലും എല്ലാം കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹാൻഡിൽ പൊസിഷൻ ഹാൻഡിൽ ബാറാണ് തണ്ടർബേർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തണ്ടർബേർഡ് X വല്ല ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തണ്ടർബേർഡ് പൂർണ്ണമായിട്ടും ഈ ഒരു ഹാൻഡിൽ ബാറിലേക്ക് മാറ്റി നല്ല ലോങ് റൈഡ് കംഫർട്ട് ഉണ്ടാവും. അത് റിലാക്സ്ഡ് റൈഡിങ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതേമാതിരി തന്നെ ഫോർവേഡ് കൺട്രോൾ ആണ് ഉള്ളത്. അതായത് കുറച്ച് ബ്രേക്ക് ആണെങ്കിലും ഗിയർ ആണെങ്കിലും കുറച്ച് മുന്നോട്ട് തള്ളിയാണ് ഇത് തെറ്റി വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇരിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് കാല് ഇങ്ങോട്ട് മടക്കി വെക്കാതെ ശരിക്ക് കാല് കുറച്ച് മുന്നോട്ട് വെച്ച് കൊണ്ടുപോകാൻ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇത് തണ്ടർബേർഡിലാണ് ആദ്യമായി റിയർ ബ്രേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ഹൈ റേഞ്ച് മേഖലയിൽ പോകുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും റിയർ ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ഇറങ്ങരുത്. അത് കുറച്ച് കഴിയുന്ന സമയത്ത് ആ ബ്രേക്ക് റിലീസ് ആവുന്ന ടൈപ്പ് പോകുന്ന പ്രശ്നം വല്ലാതെ ഡിസ്ബ്രേക്കിൽ വരുന്നുണ്ട്. അത് കൂടുതൽ ഹീറ്റ് ആവുന്നതുകൊണ്ടാണ്. ഹീറ്റായിട്ട് ബ്രേക്കോട് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ MCയിലിട്ട് ഇതിൻ്റെ ചില റബ്ബർ സോഫ്റ്റ് ആവുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അത് കൂളായി കഴിഞ്ഞാൽ നോർമൽ കണ്ടീഷനിലേക്ക് പോകും. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരു സാഹചര്യങ്ങളിൽ ബ്രേക്ക് പെട്ടെന്ന് ഒഴുകി പോകാൻ സമയത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പാനിക്കായി പോകും. അതുകൊണ്ട് ഹൈറേഞ്ചിനായിട്ട് വണ്ടികൾ ടൂർ പോയിട്ട് ലോങ് ഇറങ്ങിയ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാക്ക് ബ്രേക്ക് ചവിട്ടി പിടിച്ച് ബാക്കാണെങ്കിലും ഫ്രണ്ടാണ് ചവിട്ടി പിടിച്ച് വണ്ടി ഇറങ്ങാതിരിക്കാറുള്ളത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എഞ്ചിൻ ബ്രേക്കിൽ വണ്ടി ഇറങ്ങാം. ഫസ്റ്റ് സെക്കൻഡ് ഇട്ടതിന് ശേഷം മാത്രം എഞ്ചിൻ ബ്രേക്കിൽ മാത്രം അതിൽ അത്യാവശ്യങ്ങൾക്ക് മാത്രം ബ്രേക്ക് അപ്ലൈന് ശേഷം എഞ്ചിൻ ബ്രേക്കിൽ വണ്ടി ഇറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൽ സീറ്റിംഗ് ആണ് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ്. നല്ല അത്യാവശ്യം വീതിയുള്ള സീറ്റാണ്. കുറഞ്ഞ സീറ്റിംഗ് കുഴപ്പമില്ല. ലോങ്ങായിട്ട് ഉപയോഗിക്കുന്ന സീറ്റ് തന്നെയാണ്. നല്ലൊരു സീറ്റേഴ്സ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട് തണ്ടർബേർഡിന്. ഇത് തണ്ടർബേർഡ് Xൽ പൂർണ്ണമായിട്ടും മാറ്റി ഗ്രാബ് റെയിലാണ് കൊടുത്തേക്കുന്നത്. ആ ഗ്രാബ് റെയിലാണ് ശരിക്കും പില്ലർ റൈഡേഴ്സിന് നമ്മുടെ ഫാമിലി പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണോ
അല്ലെങ്കിൽ കുറച്ചൊരു സ്പോട്ട് ചെയ്താക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. എന്നാലും അതൊരു മൈനസ് ആയിട്ടുള്ള തണ്ടർബേർഡ് എക്സിനെ കുറിച്ച് പറയുന്നത്. ആ തണ്ടർബേർഡ് എക്സ് ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഈ ബാക്കിൽ കില്യൻ സീറ്റ് റെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടായിട്ട് ഫാമിലി കൊണ്ട് യാത്ര സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നല്ല പവർ, നല്ല സ്ട്രോങ് ഉള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റ് കിട്ടാണ്ട് വാങ്ങി ഉപയോഗിക്കാതെ പെട്ടെന്ന് കുത്തിക്കൊണ്ട വിഷയം അത് കാണാറുണ്ട്. നമ്മൾ സേഫായിട്ട് കാര്യമില്ലാതെ നമുക്ക് ചില സമയത്ത് ഒളിഞ്ഞുമുള്ള വിഷയം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് അതിന് മാക്സിമം കുറച്ചുകൊണ്ട് വാങ്ങിച്ച് വെക്കാൻ നോക്കുക. പിന്നെ മാറ്റി അലവിൽസല്ലേ കൊടുത്തത്, ഒരു സ്കോർപ്പിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്കോർപ്പിയിൽ അതിൻ്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന സമയത്ത് മിഡ് റേഞ്ച് പെർഫോമൻസ് ആണല്ലോ. വണ്ടി ടോർക്ക് ഒരിക്കലും തണ്ടർബേർഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മിഡ് റേഞ്ച് പെർഫോമൻസ് നോക്കുന്ന ആളുകൾ ആ രീതിയിലാണ് വണ്ടി ഓടുക. അതുകൊണ്ട് അലോയ് വീൽസ് എന്ന് പറഞ്ഞ് സ്റ്റേബിളായിട്ട് റോഡിൽ ശരിക്ക് കുറച്ച് കഴിഞ്ഞാൽ റീലിൻ്റെ റിമൊക്കെ ഡ്രോയിങ് ഔട്ടായതിന് ശേഷം വണ്ടി ചെറിയൊരു മോഡിങ് പിന്നെ ആൻറ്റിവേഷനൊക്കെ അവൈലബിൾ ആണ്. പോകുന്ന സമയത്ത് ഹാൻഡിലൊക്കെ വൈബ്രേഷനൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ബാക്കിൽ ഫ്രണ്ടിലെ വീലിൻ്റെ റിമ്മ് ഔട്ടാകാൻ സംഭവിക്കുന്നതാണ്. അപ്പോൾ അലോയ് വീൽസ് ആവുന്ന സമയത്ത് അതൊക്കെ പൂർണ്ണമായിട്ട് സ്റ്റഡി ആയിട്ട് വണ്ടി ഓടുന്നുള്ള വലിയൊരു പ്രത്യേകത. അതായത് റൈഡ് ക്വാളിറ്റി വളരെയധികം വർദ്ധിക്കും അലോയിലാണ് സമയത്ത്. യാതൊരു ജർക്കിങ്ങും അതായത് വീൽ റിമ്മിൻ്റെ ഭാഗത്തുനിന്ന് ആ ഇഷ്യൂസും അത് നമ്മൾ ബാധിക്കില്ല എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്നും ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടില്ല. എഞ്ചിനൊക്കെ ബ്ലാക്കാണ്, സൈലൻസറും ക്രോം തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. എല്ലാം ക്രോം തന്നെയാണ്. ക്രോം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രീമിയം നിൽക്കുന്നത് എപ്പോഴും ക്രോം തന്നെയാണ്, ബ്ലാക്ക് അല്ല. നമുക്ക് ഇത് ഈ നീറ്റായിട്ട് വണ്ടി കൊണ്ടുപോകുന്ന ശരിക്കും ഒരു റോഡ് പ്രസൻസ് കിട്ടുന്നത് ക്രോം തന്നെ വേണം. അപ്പോൾ ക്രോം എന്നുള്ളത് നമുക്ക് പ്രീമിയം ലുക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഞാനിതിൽ പിന്നെ ക്രോം ഭാഗങ്ങളൊന്നും ബ്ലാക്കിലേക്ക് കൊണ്ടുപോകുന്നില്ല. കറക്റ്റായ രീതിയിൽ ചെയ്തേക്കും. സൈലൻസിൻ്റെ ബെൻഡ് ബ്ലാക്ക് ചെയ്യാൻ പറ്റാതെ ചെറിയ കൊടുത്ത് നാശമായിട്ടാണ് ബോർഡറിലേക്ക് കൊണ്ടുപോകുന്നത്, ബ്ലാക്കിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അതല്ലെങ്കിൽ 6 സംതിങ് വരുന്നുണ്ട് സൈലൻസിൻ്റെ ബെൻഡിന്. പിന്നെ റീബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ടൈറ്റിലല്ല, അതിൻ്റെ കഴിഞ്ഞ നമുക്ക് നല്ല വരുന്നതുകൊണ്ട് പൊല്യൂഷൻ്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അത് റിട്ടേൺ ചെയ്തിട്ടില്ല. അത് നമ്മൾ ബോർഡർ നമ്പർ ചെയ്ത് പിന്നെ വീൽ റിമാണ്. വീലിൻ്റെ ഹബ്ബുകളൊക്കെ ബ്ലാക്കിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ സ്പോക്സ് പുതിയ റീപ്ലേസ് ചെയ്തു. നമ്മൾ വീൽ റിം അതങ്ങ് നിലനിർത്തിയിട്ടുണ്ട്. തണ്ടർബേർഡ് എക്സിൻ്റെ സ്റ്റിക്കറാണ് ചെയ്തിരിക്കുന്നത്. തണ്ടർബേർഡ് എക്സിൻ്റെ സ്റ്റിക്കറാണ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി തന്നെ പ്രോഡക്റ്റിൻ്റെ ബാറ്റിന് കൊടുത്തു. 12 കളറിലാണ്, വൈറ്റ് ബ്ലൂവിലാണ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറെ സ്പെഷ്യൽ നീഡാണ്, അതുകൊണ്ടാണ് ഈ കളർ സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഒരു 500 cc എന്ന വാഹനം ശരിക്കും 65 cc വാഹനം മാർക്കറ്റിൽ കിട്ടാൻ നല്ല ഹൈ എക്സ്പെൻസീവ് വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ കാറ്റഗറി വണ്ടികൾ നല്ല ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ വരും. പാർട്സിനൊക്കെ തന്നെ ഹൈ പ്രൈസാണ് വരുന്നത്. അതുകൊണ്ട് ആ വണ്ടി എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. നമ്മൾ മെയിൻ്റനൻസ് കൂടെ നോക്കണമല്ലോ. അപ്പോൾ പാർട്സിന് നല്ല പ്രൈസിലാണ്. അത് 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എത്താൻ ഇൻസെപ്റ്റർ സൂപ്പർ മെറ്റീരിയൽ കിട്ടുന്നുണ്ടെങ്കിലും കൂടെ മാർക്കറ്റിൽ ഇൻസെപ്റ്റർ കിട്ടുന്നത് അതേമാതിരി വീട്ടിൽ കിട്ടുന്നുണ്ട്. അത് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ പാർട്സുകൾ നല്ല വില, റീപ്ലേസ്മെൻറ്റ് നല്ല വില വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. വണ്ടി എടുക്കുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് കണ്ടിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും 20-25 കിലോമീറ്റർ മൈലേജ് റോയൽ എൻഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. 25 കിലോമീറ്റർ പ്ലസ് മൈലേജ്. പക്ഷേ 20-25 ഇടയിൽ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അത്രയൊക്കെ ഒരു 500 cc നമുക്ക് പ്രതീക്ഷിക്കാവും. ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനുള്ളൊരു വണ്ടിയാണ്. ഈ ഒരു പഴയൊരു കാറ്റഗറി വണ്ടിയിൽ ഇപ്പോഴത്തെ കാറ്റഗറി 47 പവറാണ്. ഇപ്പോൾ 27 മാർക്കോ 13 മാർക്കോ ഉള്ളൂ. ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ടോർക്ക് അനുഭവിച്ച് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ മിഡ് റേഞ്ച് പെർഫോമൻസ് പറയുമ്പോൾ അടിപൊളി മിഡ് റേഞ്ച് പെർഫോമൻസ് ആണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ തണ്ടർബേർഡ് എക്സ് എന്നുള്ള കാലത്ത് എക്സ് എടുക്കുന്ന ആൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒരു ലോങ് ടൂറിസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റിയ പക്ക ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.